പ്രണയശലഭങ്ങൾ ഭാഗം 31. പിടിവലിയും ബഹളങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് ആദിയുടെ നോട്ടം അറിയാതെ അവളിലേക്ക് എത്തിയത്. അവിടെ കൂടി നിന്നിരുന്ന പെൺകുട്ടികൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഗൗരിയെ കണ്ടവൻ ഒരു ഞെട്ടലോടെ നോക്കി. പെട്ടെന്നവൻ എല്ലാവരെയും തള്ളിമാറ്റിക്കൊണ്ട് അവളുടെ അരികിലേക്ക് വെപ്രാളപ്പെട്ട് ഓടിച്ചെന്നു. എല്ലാം കണ്ടും കേട്ടും ഗ്രഹിച്ച മനസ്സോടെ നിറകണ്ണുകളുമായി അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴും ആ കണ്ടത്തിൽ നിന്നും സങ്കടം കടിച്ചമർത്തുന്ന ശബ്ദം അവന് വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗരി, ഇവള് പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. ഇതൊന്നും എനിക്ക് അറിവുള്ള കാര്യങ്ങളല്ല. അന്നത്തെ പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും അല്പം ഡ്രിങ്ക്സ് കഴിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ഓർക്കുന്നു പോലുമില്ല. ഇവള് മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നീ ഇതൊന്നും വിശ്വസിക്കരുത് ഗൗരി, പ്ലീസ്. നിറകണ്ണുകളോടെയുള്ള അവളുടെ നോട്ടം അവൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനയിലാഴ്ത്തി. ആ നോട്ടം അവൻ്റെ വാക്കുകളെ പോലും ഇടറിച്ചു നിർത്തുകയായിരുന്നു. ഗൗരി, ഞാൻ പറയുന്നത് വേണ്ട വേണ്ട ആദിയേട്ടാ. ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ എല്ലാം കേട്ടു, എല്ലാം കാണുകയും ചെയ്തു. ഇനി കൂടുതലായി മറ്റൊന്നും അറിയണമെന്നില്ല. നിങ്ങൾക്കൊക്കെ ബെറ്റ് വെച്ച് കളിക്കാനുള്ളതായിരുന്നു എൻ്റെ ഈ ജീവിതം. സത്യത്തിൽ ഒരു പാവയെപ്പോലെ നിങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ച് ചലിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേ എന്നെ. പല സന്ദർഭങ്ങളിലും ഒരു രക്ഷകനെ പോലെ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി ആദ്യേട്ടനെ. എന്നിട്ടും. അവളുടെ ശബ്ദം വീണ്ടും ഇടറി. അല്പനേരം മൗനമായവൾ തല താഴ്ത്തി നിന്നു. പെട്ടെന്നവൻ വീണ്ടും സംസാരിക്കാനായി ഒരുങ്ങുകയാണെന്ന് തോന്നിയതും അതിനനുവദിക്കാതെ അവൾ കണ്ണുകൾ തുടച്ച ശേഷം സ്വരമുയർത്തിക്കൊണ്ട് അവൻ്റെ നേർക്ക് തിരിഞ്ഞു. സമ്പാദ്യം ഒത്തിരി ഉണ്ടെന്ന അഹങ്കാരത്തിൽ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ സ്നേഹവും വിശ്വാസവുമൊക്കെ ലഭിക്കുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? എങ്കിൽ ആദ്യേട്ടന് തെറ്റി. ബെറ്റ് ജയിക്കാനായി സ്നേഹം നടിച്ച് ചതിക്കുന്നവനോട് ഒരു പെൺകുട്ടിക്കും ക്ഷമിക്കാൻ കഴിയില്ല. അവൻ്റെ നേർക്ക് വിരലുയർത്തിക്കൊണ്ട് അവളത് പറയുമ്പോൾ ആ കണ്ണുകളിൽ അനുഭവപ്പെട്ട തീക്ഷ്ണതയിൽ അവൻ ഒരു നിമിഷം കത്തി അമരുകയായിരുന്നു. തൻ്റെ സത്യം എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആരും അതൊന്നും വിശ്വസിക്കില്ലെന്ന് അവനും അന്നേരം ബോധ്യമായി. ഒരു നിമിഷത്തെ അവൻ്റെ മൗനവും നിസ്സഹായത നിറഞ്ഞ നോട്ടവുമെല്ലാം ചുറ്റും കൂടി നിന്നവർക്കിടയിലും സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒന്നിനും പ്രതികരിക്കാതെ നിൽക്കുന്ന ആദിത്യനെ മറികടന്നുകൊണ്ടവൾ പിന്നീട് നയനയുടെ അടുത്തേക്കായിരുന്നു ചെന്നത്. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തോടെ ഗൗരി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ നയനയിൽ അല്പം പരിഭ്രമം സൃഷ്ടിച്ചെങ്കിലും അവളത് കാര്യമാക്കാതെ തന്നെ നിന്നു. തൻ്റെ തൊട്ടു മുന്നിലവൾ വന്നു നിൽക്കുമ്പോഴും യാതൊരു കോസലുമില്ലാതെ അവൾ ഗൗരിയെ തന്നെ നോക്കി. ജയിച്ചു അല്ലേ? അതേ എന്ന അർത്ഥത്തിൽ അവളെ നോക്കി നയനയൊന്നും മന്ദഹസിച്ചു. നീയുമായി എനിക്ക് കൂടുതൽ പരിചയം പോലുമില്ല. എന്നിട്ടും എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം എന്ന് ചോദിക്കുന്നതിൽ ഇനി അർത്ഥമില്ലല്ലോ അല്ലേ? എങ്ങനെയാ ഒരു പെൺകുട്ടിയോട് ഇത്രയൊക്കെ ക്രൂരത പ്രവർത്തിക്കാൻ നിനക്കൊക്കെ സാധിക്കുന്നത്? നീയും ഒരു പെണ്ണല്ലേ നയനെ? ഉള്ളിലെ സങ്കടക്കടൽ ഇളകിമറിയുന്ന വേദനയോടെയായിരുന്നു അവൾ അവിടെ നിന്നത്. ഗൗരിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ താൻ ബാധ്യസ്ഥയല്ലെന്ന ഭാവത്തിൽ മുഖം തിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും തിരിച്ചുപോയി. ചുറ്റും കൂടി നിന്നവരെല്ലാം ആദിയെ പരിഹസിച്ചും പരസ്പരം പെറുപെറുത്തുകൊണ്ടും അവിടെ നിന്നും മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവശേഷിച്ച ചില കണ്ണികൾ വേർപെട്ട് കിടക്കുന്നത് പോലെ മീരയും മോട്ടുവും ആദിത്യനും മാത്രമായി ഗൗരിയുടെ അടുത്ത് നിൽപ്പ് തുടർന്നു. ആർക്കും ഒന്നും പറയാനില്ലാത്ത അത്രയും മൗനം അവരെയെല്ലാം വിഴുങ്ങിയതുപോലെയായിരുന്നു അവിടം. തളർന്ന മനസ്സോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് സഹിക്കാൻ കഴിയാതെ മീര അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അല്പനേരത്തേക്ക് ആ സാന്ത്വനം അവളും ആഗ്രഹിച്ച പോലൊരു നിമിഷമായിരുന്നു അത്. അവളെ ചേർത്ത് പിടിച്ച് കണ്ണീരുതിർക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ ആദിത്യനും സഹിക്കാനായിരുന്നില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും താൻ കാരണം ഒരുപാട് അപമാനവും വേദനയും അവൾക്ക് നേരിടേണ്ടി വന്നല്ലോ എന്നോർത്തവൻ സ്വയം ശപിച്ചു. ഗൗരിയോടുള്ള തൻ്റെ പ്രണയത്തെ ഇനി ഒരിക്കലും അവൾ അംഗീകരിക്കുകയില്ലെന്നവൻ മനസ്സിൽ വിധിയെഴുതുകയായിരുന്നു. ശരീരവും മനസ്സും തളർന്ന അവസ്ഥയോടുകൂടി അവിടുത്തെ ബെഞ്ചിലവൻ പതിയെ അമർന്നിരുന്നു. തന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയാതെയുള്ള വ്യസനത്തോടെ അവൻ തല താഴ്ത്തി. പെട്ടെന്നവൾ കലങ്ങിയ കണ്ണുകളെ തുടച്ചു മാറ്റിയ ശേഷം മീരയിൽ നിന്നും പതിയെ അടർന്നു മാറി.
ആദ്യയെ ലക്ഷ്യം വെച്ചവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നപ്പോൾ ഗൗരിയുടെ നീക്കം എന്തായിരിക്കുമെന്നറിയാനായി ആകാംക്ഷയോടെ മോട്ടുവും മീരയുമെല്ലാം അവളിൽ തന്നെ ദൃഷ്ടികൾ പതിപ്പിച്ചു നിർത്തി. തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഗൗരിയെ കണ്ട സന്തോഷത്തിൽ ആവേശത്തോടെ അവൻ ചാടി എഴുന്നേറ്റു. ഒത്തിരി താല്പര്യത്തോടെ അവൻ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ കാണാൻ താല്പര്യമില്ലാത്ത ഭാവത്തിലാണവൾ മുഖം വെട്ടിച്ചു കളഞ്ഞത്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല. ഇതെൻ്റെ അപേക്ഷയല്ല, മറിച്ച് ആഗ്രഹമാണ്. നല്ലൊരു ഫ്രണ്ടായി പോലും നിങ്ങളെ ഓർത്തിരിക്കാൻ ഈ ഗൗരിക്കിനി താല്പര്യമില്ല ആദ്യേട്ടാ. ആ വാക്കുകൾ അവളുടെ ഉറച്ച മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരുന്നു. അല്പം മുൻപ് വരെ തൻ്റെ പ്രണയത്തെ തുറന്നു പറയാനായവൾ ആഗ്രഹിച്ചിരുന്നതായിരുന്നല്ലോ എന്നവൾ ഓർത്തുപോയി. എന്നാൽ ഈ ഒരു നിമിഷത്തിൽ തൻ്റെ മനസ്സിപ്പോൾ വെറും ശൂന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നവൾക്കും തോന്നിപ്പോയി. എല്ലാം അവസാനിച്ചുവെന്ന തോന്നലോടെ അവിടെ നിന്നും പതിയെ നടന്നകലുന്ന ആ പാദങ്ങൾ ലക്ഷ്യമില്ലാതെ മുന്നോട്ടു നീങ്ങി. പോകരുതെന്നുറക്കി വിളിച്ചു പറയാനായി അവൻ്റെ നാവുകൾ ഉയർന്നു പൊങ്ങിയെങ്കിലും തനിക്കൊരിക്കലും അവളെ തിരിച്ചു വിളിക്കാനുള്ള അർഹതയില്ലെന്നാരോ ഉള്ളിൽ നിന്നും പറയുന്നത് പോലെ അവനു തോന്നി. ഒരു പക്ഷേ തിരിച്ചു വിളിച്ചാലും ഗൗരിയോട് പറയാനായോ അവളെ വിശ്വസിപ്പിക്കാനായോ തൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ എന്നോർത്തവൻ നിസ്സഹായനായി നോക്കി നിന്നു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർത്തെടുത്തത്. അല്പം മുമ്പ് വരെ തന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തു നിന്നിരുന്ന ഗൗരിക്ക് എന്തായിരിക്കും തന്നോട് പറയാനുണ്ടായിരുന്നത്? എന്തു കാര്യം പറയാനായിരിക്കും അവൾ തന്നെയും പ്രതീക്ഷിച്ച് അവിടെ നിന്നിട്ടുണ്ടാവുക? അറിയണം. അവളുടെ മനസ്സിൽ എന്താണെന്ന കാര്യം തനിക്ക് അറിഞ്ഞേ തീരൂ. അല്പം ആത്മവിശ്വാസം വീണ്ടെടുത്തതുപോലെ അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് സ്വയം ഉണർന്നെണീറ്റു. ഒട്ടും സമയം പാഴാക്കാതെ ഗൗരി നടന്നു പോയിടത്തേക്ക് അവൻ പാഞ്ഞോടാൻ തുടങ്ങി. കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ കണ്ണകലത്തിൽ നിന്നും അല്പം അകലെ വേഗത്തിൽ നടന്നു പോകുന്ന ഗൗരിയെ കണ്ടതും അവൻ്റെ കാൽവേഗത ഒന്നുകൂടി വർദ്ധിച്ചു. അവളേക്കാൾ മുന്നിലെത്തണമെന്ന ലക്ഷ്യത്തോടെ അവൻ്റെ കാലുകൾ അവിടേക്ക് കുതിച്ചു പാഞ്ഞു. അപ്പോഴേക്കും കോളേജ് ഗേറ്റും കടന്നവൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇരുവശങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നടവഴിയിലൂടെ അവൾ വേഗത്തിൽ നടന്നു. ഗൗരി എന്നവൻ ഉച്ചത്തിൽ നീട്ടി വിളിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെയെന്നോണം അവൾ നടന്നുകൊണ്ടേയിരുന്നു. നടത്തത്തിൻ്റെ വേഗതയിൽ അവളുടെ മുടിയിഴകളിൽ പലതും പിറകിലേക്ക് വലിഞ്ഞു പാറി. അനുസരിക്കാൻ ഭാവമില്ലാത്ത അവളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്നോണം രണ്ടും കൽപ്പിച്ചുകൊണ്ടവൻ അവളെ വെട്ടിച്ചു കടന്ന് മുന്നിലേക്ക് കയറി നിന്നു. രണ്ടു കൈകളും ഇരുവശത്തേക്ക് നീട്ടി നിൽക്കുമ്പോഴും ഓടിയ കിതപ്പിനെ വകവയ്ക്കാതെ അവൻ അവളുടെ മുന്നിൽ ക്ഷമയോടെ നിന്നു. തടഞ്ഞു നിർത്തിയത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ അവൾ നോട്ടം പ്രകടിപ്പിച്ചപ്പോഴും അവൻ അവിടെ നിന്നും മാറി നിൽക്കാൻ തയ്യാറായില്ല. മുന്നീന്ന് മാറി നിൽക്കുക ആദ്യേട്ടാ, എനിക്ക് പോണം. കിതപ്പിനെ നിയന്ത്രിച്ചു നിർത്തിയവൻ പതുക്കെ ഉമിനീരിറക്കി. പോയിക്കോ, പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? എന്ത് കാര്യ ഇനി ആദ്യേട്ടനെ അറിയണ്ടേ? പറയാം, പക്ഷേ അതിനു മുമ്പ് ഗൗരി എനിക്കൊരു വാക്ക് തരണം. എന്തു വാക്ക്? അവൾ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ചോദ്യത്തിന് നീ ആത്മാർത്ഥമായി തന്നെ മറുപടി പറയണം. എന്താ, അത് പറ്റുമോ? വീണ്ടും അവൾ സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. അല്പം മുമ്പ് വരെ എന്നെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു ഗൗരിയെ എനിക്കറിയാം. അവൾക്ക് എന്നോട് മാത്രമായി പറയാനായി ഒരു കാര്യമുണ്ടായിരുന്നുവെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷേ അത് പറയില്ലെന്ന് നടിച്ച് എന്നോട് മുഖം തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഈ ഗൗരിയെ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ മാത്രം തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോട് പറയാതെ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അതെനിക്ക് അറിഞ്ഞേ തീരൂ. അത് പറയാതെ നിനക്കൊരിക്കലും ഇവിടുന്ന് പോകാൻ സാധിക്കില്ല ഗൗരി. എന്താ ആദ്യേട്ടാ, ഭീഷണിയാണോ? അല്ല, മറിച്ച് ഇത് എൻ്റെ ആഗ്രഹമാണ്. സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും അതിനു മറുപടി കിട്ടാതെ വേദനിച്ചു കഴിയുന്ന ഒരുവൻ്റെ അതിയായ ആഗ്രഹമായി നീ ഇതിനെ കണക്കാക്കിക്കോ. പറ ഗൗരി, എന്താ നീ എന്നോട് പറയാൻ കരുതി വെച്ചത്? ഇന്നത്തോടെ എനിക്കതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. വികാരധീനനായി പെരുമാറുന്ന ആദിയുടെ മുഖം ഗൗരിയുടെ മനസ്സിൽ പെട്ടെന്ന് വല്ലാതെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. അവൻ എത്ര ഉച്ചത്തിൽ അലറിയാലും തൻ്റെ മനസ്സിൽ എന്നേക്കുമായി താഴിട്ട് പൂട്ടിയ ആ പ്രണയത്തെ ഇനിയൊരിക്കലും പുറത്തേക്കെടുക്കാൻ സാധിക്കുകയില്ലെന്ന വേദനയോടെ അവൾ ഒരു നിമിഷം പതറി നിന്നു. ഇല്ല,
ഇനി ഈ ഗൗരിയിൽ നിന്നും ആദ്യേട്ടനെ ഒന്നും അറിയാനില്ല. നയന പറഞ്ഞറിഞ്ഞ സത്യങ്ങൾ കേൾക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഗൗരിയല്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്നത്. മനസ്സ് മരവിച്ചൊരു ഗൗരിയാ ഇത്. നിങ്ങളൊക്കെ കൂടി ബെറ്റ് വെച്ച് ജയിച്ചപ്പോൾ തകർന്നു പോയത് എൻ്റെ ഈ മനസ്സാണ്. ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പാവം ഗൗരിയാണ് ഞാൻ. സ്നേഹിക്കുന്നവരെയെല്ലാം മനസ്സറിഞ്ഞ് സ്നേഹിക്കാനേ ഞാൻ ഇന്നോളം ശീലിച്ചിട്ടുള്ളൂ. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ ശബ്ദമിടറി. പറഞ്ഞല്ലോ ഞാൻ, ഇനിയൊന്നും കേൾക്കാനും പറയാനും താല്പര്യമില്ല ഈ ഗൗരിക്ക്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഗൗരി, ഞാൻ ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് ആദ്യേട്ടാ. സത്യത്തിൽ എനിക്കിപ്പോൾ എല്ലാവരെയും കാണുന്നത് പോലും ഭയമാണ്. പുറമേ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെയെല്ലാം യഥാർത്ഥ മുഖം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ഈറനണിഞ്ഞ കണ്ണുകളോടെ അവനെയൊന്ന് നോക്കാൻ പോലും കഴിയാത്ത വിങ്ങലിൽ അവളുടെ ചുണ്ടുകൾ മൗനമായി നിൽക്കാൻ ശ്രമിച്ചു. പറയാൻ കൊതിച്ച പ്രണയത്തെ അവൾ മനഃപൂർവ്വം വേദനയോടെ കടിച്ചമർത്തുകയായിരുന്നു ആ മൗനത്തിലൂടെ. ഗൗരി. ആദിയേട്ടൻ്റെ വിളിക്കായി കാതോർത്തിരിക്കാൻ താൻ ഒരിക്കലും ഇനി ആഗ്രഹിക്കുകയില്ലെന്നുറപ്പിച്ചുകൊണ്ടവൾ പതിയെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു.